ഹേ ഗൈസ്, അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ദേ ഇവരുടെ തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ കാണാനായിട്ട് നല്ല രസമാണ്. അപ്പം ഞങ്ങളിതേ അവിടെ എത്തി. അപ്പം ഇതാണ് റിസോർട്ട്. ഞങ്ങളവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് ചുമ്മാ കാണാൻ പോയതാണ്. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും അവിടുത്തെ കെയർ ടേക്കർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾക്ക് അകത്തോട്ട് കയറി കാണണമെങ്കിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോയി. ഞങ്ങളിതേ ഇപ്പം മേളിൽ വന്നു. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ക്ലാസി ആയിട്ടുള്ള റൂം. നല്ല ഭംഗിയുള്ള റൂമാണ്. ഈ റൂമിൽ നിന്നാൽ ദേ വ്യൂ ഒക്കെ നല്ല പോലെ കാണാനായിട്ട് പറ്റും. ഞാനും ജിസ്മിക്കുട്ടിയും കൂടെ ദേ കട്ടിലേക്ക് കിടന്ന് കുറേ തുള്ളി കളിച്ച് അതിനുശേഷം ദേ ഈ കാണുന്നത് ഒരു ബാത്റൂമാണ് ഗൈസ്. കണ്ടോ, വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഈ ബാത്റൂമിൽ കുളിക്കാവേ. അപ്പോൾ ഇത് ഇവിടുത്തെ മറ്റൊരു മുറിയാണ്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് കൂടുതലും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ റൂമിൻ്റെ ബാൽക്കണിയാണ്. ഇവിടെ ഇരിക്കാനായിട്ട് സ്പേസ് ഒക്കെ ഉണ്ട്. ഞങ്ങളവിടെ കുറച്ച് ദേ വ്യൂ ഒക്കെ കണ്ട്. അപ്പോൾ ആ കാണുന്നത് പാഞ്ചാലി മേടാണ്. ഇവിടെ നിന്ന് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ദേ മേളിൽ ടെറസിലേക്ക് പോയി. അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നേ, അതിൽ കുറച്ച് നേരം ആടിയതിന് ശേഷം ദേ ഞങ്ങൾ വീണ്ടും താഴത്തേക്ക് തന്നെ ഇറങ്ങി. ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലൊരു തേയിലത്തോട്ടമുണ്ട്. പിന്നെ ദേ ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ദേ ഇത് പനിനീർ ചാമ്പയാണ്. അതിനുശേഷം ഞങ്ങൾ ദേ ഓറഞ്ച് കണ്ട് ഗൈസ്, പക്ഷെ പച്ചയായിരുന്നു, പഴുത്തിട്ടില്ല. എന്ത് പ്ലാന്റ് ആണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം ഞങ്ങൾ ദേ സ്റ്റാർ ഫ്രൂട്ട്സ് കണ്ടു. ഒരുപാട് പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് പറിച്ചോളാൻ പറഞ്ഞപ്പോൾ ഞങ്ങളതേ അതൊക്കെ പറിച്ചു. അതിനുശേഷം ആ ഏറുമാടത്തിൽ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങളിതേ നേരെ വീട്ടിലേക്ക് പോയേ.